ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്കൊരു അടിപൊളി ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള പാറ്റേൺ വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഇലൂഷനാർട്ട് ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഇലൂഷനാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ കളേഴ്സും എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളറും പിന്നെ ഒരു ലൈറ്റ് കളർ ഉണ്ടാവില്ലേ, ആ രണ്ട് കളേഴ്സ് ഒഴികെയുള്ള എല്ലാ കളേഴ്സും ഞാനിവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ ഹാർട്ട് ഷേപ്പിലും വരച്ചെടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് ആ ഒരു കളറിലെ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിലെ മാർക്കർ പെന്നാണ് എടുക്കണേ. ഇനി നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് കളറായിട്ട് കാണുന്നില്ലേ, അവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ അവിടെ നമ്മൾ വരച്ചെടുക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. പിന്നെ മാർക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് സ്കെച്ച് പെൻ വേണമെങ്കിൽ അത് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് അവിടെ ആയിട്ട് സെമി സർക്കിൾസ് വരച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇലൂഷനാർട്ട് ഡ്രോയിങ്ങിലൊക്കെ ഞാൻ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു എൻഡിലേക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇലൂഷൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് അങ്ങനെ തന്നെ കിട്ടണം കേട്ടോ. അതിന് മുകളിൽ കൂടി ഒന്നും വരച്ചെടുക്കരുത്, അപ്പോൾ വേറൊരു രീതിയിലായിരിക്കും വരാം. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ കറക്റ്റ് ഇലൂഷൻ എഫക്റ്റ് നമുക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കാം. പിന്നെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് വരണേ. അപ്പോൾ ഞാൻ വരച്ച് തുടങ്ങിയപ്പോൾ ഈ ഒരു രീതിയിലല്ല വിചാരിച്ചത്, പക്ഷേ എനിക്കത് വരച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്, പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഇലൂഷനാർട്ടാണ്, പിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് OHP ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബോർഡേഴ്സിലായിട്ട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വോളിലായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.